ഇന്ന് ഒരു മിനിയേച്ചർ ക്രാഫ്റ്റ് ആയ ഇൻട്രസ്റ്റ് വെറുതെ തോണ്ടിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ണി പെട്ടത്. മാച്ച് ബോക്സ്, ക്ലേ, പേപ്പർ ക്ലിപ്സ്, ഇത് മൂന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞൻ ബോട്ടിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചുകൂടി കൂടി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മാച്ച് ബോക്സ് എടുക്കുക, എന്നിട്ട് അതിന് ബ്ലൂ കളർ പെയിന്റ് അടിക്കുക. ബോട്ട് ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ക്ലേ തപ്പിയപ്പോഴാണ് ക്ലേയുടെ പാത്രത്തിൽ വൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കളറും ഉണ്ട്. അടിപൊളി. ഇപ്പോൾ ക്ലേ പോയി വാങ്ങി വന്നിട്ട് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള എല്ലാ മോട്ടിവേഷനും പോവും. പിന്നെ ഈ ജന്മത്തിൽ ഈ സംഭവം ഉണ്ടാക്കേ നാളെ നീളെ എന്നാണല്ലോ എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നീണ്ടുപോയോണ്ടേ ഇരിക്കും. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം വെച്ച് ബോട്ട് ഉണ്ടാക്കുന്ന തപ്പി നടന്നപ്പോഴാണ് ഇറേസർ കയ്യിൽ. നമ്മുടെ റബ്ബറില്ലേ അതന്നെ. പിന്നെ അത് വെട്ടിക്കൂട്ടി ഒരു കുഞ്ഞി ബോട്ട് സെറ്റാക്കി. പക്ഷേ ഇത് മുറിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് മുറിക്കണേ, ഇല്ലെങ്കിൽ കൈ മുറിയും. ഇനി നമ്മുടെ ബോട്ടിന് മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഒരു പേപ്പർ ക്ലിപ്പ് എടുത്ത് നിവർത്തി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. അടുത്ത് നമ്മുടെ മാച്ച് ബോക്സ് എടുക്കുക. അതിൻ്റെ രണ്ട് സൈഡിലും ഈ പേപ്പർ ക്ലിപ്പ് കടത്താനും പാകത്തിലുള്ള ഹോൾസ് ഇടുക. നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഈ ഹോൾസിൽ കൂടെ കടത്തി അത് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ ചെറിയ പായ്ക്കപ്പലിലൊക്കെ കണ്ടിട്ടില്ലേ ബോട്ടിൻ്റെ മുകളിൽ കൂടെ കുറേ ഷീറ്റ് ഹാങ് ചെയ്ത് കിടക്കണത്? നമ്മുടെ ബോട്ടിന് വേണ്ടേ അങ്ങനെ എന്തേലും? അങ്ങനത്തെ സംഭവം അല്ലേലും ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി വേറൊരു കളർ പേപ്പർ ക്ലിപ്പ് എടുത്ത് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റുമ്മ കട്ട് ചെയ്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത് ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കേ. ആ സമയം നമുക്ക് നമ്മുടെ ബോട്ട് എടുത്ത് അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഹോളിൽ കൂടെ നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ബോട്ടിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ബോട്ടും സെറ്റാക്കാം. സൂക്ഷിച്ച് നോക്കണ്ട കേട്ടോ, ഇത് അതല്ല. ആദ്യം കണ്ട മാച്ച് ബോക്സിന് ഈ കളർ അല്ലായിരുന്നല്ലോ, ബോട്ടും ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? സംഭവം സത്യം തന്നെ. മാച്ച് ബോക്സും ബോട്ടും നൈസായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കണ്ട മാച്ച് ബോക്സിന് പോസ്റ്റർ കളറായിരുന്നു അടിച്ചത്. പോസ്റ്റർ കളറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ തൊടോ അവിടെയൊക്കെ കളർ പരന്നുകൊണ്ടിരിക്കും. കയ്യിൽ കളറായ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം, പക്ഷെ നമ്മുടെ വൈറ്റ് ബോട്ട് ലാസ്റ്റ് എത്തിയപ്പോൾ ബ്ലൂ ബോട്ടായി മാറി. അങ്ങനെ ഇപ്പോൾ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. പുതിയൊരു മാച്ച് ബോക്സ് എടുത്തു, ബോട്ട് എടുത്തു, കളർ കൊടുത്ത് സെറ്റ് ആക്കി. കുറച്ച് വേവ്സിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് ബ്ലൂ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഫൈനലി സംഭവം നല്ല രസമാണ് കേട്ടോ കാണാൻ. ടൈം എടുപ്പിച്ചെങ്കിലും സംഭവം അടിപൊളിയാണ്. വീട്ടിലൊഴിഞ്ഞ മാച്ച് ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ആക്കുന്നേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.